നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നല്ലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം. മുരളി നല്ലനാട് എഴുതിയ നോവൽ ചാക്കോയും മേരിയും തുടരുന്നു. മേടയിൽ ബംഗ്ലാവിന് മുന്നിൽ ചുവന്ന ഒരു ബെൻസ് വന്നു നിന്നു. സിറ്റൗട്ടിൽ ഇരുന്ന സണ്ണിയും ബേബിയും എഴുന്നേറ്റു. മുന്നിലെ ഡോർ തുറന്ന് 60-നടുത്ത് പ്രായമുള്ള വെളുത്ത് തടിച്ച ഒരു മനുഷ്യൻ പുറത്തിറങ്ങി. സേവ്യർ സിറ്റൗട്ടിലേക്ക് വന്നു. പിന്നിലെ ഡോർ തുറക്കപ്പെട്ടു. ആ രൂപമൊന്ന് കാണാൻ സേവ്യറിൻ്റെ ഉള്ളു തുടിച്ചു. രാജലക്ഷ്മി കാറിൽ നിന്ന് ഇറങ്ങി. സേവ്യറും സണ്ണിയും മുഖാമുഖം നോക്കി. ചാക്കോയുടെ അമ്മ. പ്രതീക്ഷിച്ച ആൾ തന്നെ. അങ്ങോട്ട് ചെല്ല് സേവിച്ച. ബേബി പിറുപിറുത്തു. സേവ്യറും പിന്നാലെ സണ്ണിയും മുറ്റത്തേക്കിറങ്ങിച്ചെന്നു. രാജലക്ഷ്മിയുടെ മുഖം വിളറി വെളുത്തിരുന്നു. നടുക്കം വിട്ടുമാറാത്ത ആ മുഖം കണ്ടപ്പോൾ തന്നെ ചാക്കോയുടെ മരണവിവരം അവർ അറിഞ്ഞിട്ടുണ്ട് എന്ന് സേവ്യറിന് വ്യക്തമായി. നിങ്ങളാണോ രാജലക്ഷ്മി? വേദന ഭാവിച്ച് സേവ്യർ ചോദിച്ചു. അതെ, പാർത്ഥസാരഥിയാണ് മറുപടി പറഞ്ഞത്. അപ്പയുമായി ബന്ധപ്പെട്ട എന്തേലും കാര്യം സംസാരിക്കാനാ വന്നതെങ്കിൽ ഞങ്ങളിപ്പോൾ അതിനു പറ്റിയ മാനസികാവസ്ഥയിലല്ല. ഞങ്ങളുടെ അനിയൻ ഒരു ആക്സിഡൻറ്റിൽ മരിച്ചു. ഇന്നലെ ശവമടക്ക് കഴിഞ്ഞതേ ഉള്ളൂ. അതിൻ്റെ ഷോക്കിലാ ഞങ്ങൾ. അവരെ അകത്തേക്ക് ക്ഷണിക്കാൻ പോലും സേവ്യർ തയ്യാറായില്ല. വിവരം അറിഞ്ഞു. അവൻ ഇറങ്ങിപ്പോവാൻ എന്താ കാരണം? പാർത്ഥസാരഥി ചോദിച്ചു. കാറിൽ ചാരി കൈകൾ നെഞ്ചിൽ കെട്ടി രാജലക്ഷ്മി നിലത്ത് നോക്കി നിന്നു. ജന്മന അവന് കാഴ്ചയില്ലായിരുന്നു. വീട് വിട്ട് അവനൊരു ലോകമില്ലായിരുന്നു. അമ്മച്ചിയെ നോക്കാൻ ഒരു ഹോം നേഴ്സിനെ വെച്ചതാ എല്ലാത്തിനും കാരണം. അവൾ അവനെ കറക്കിയെടുത്തു. അറിയാൻ ഞങ്ങൾ കുറേ വൈകി. തൻ്റെ മോനെപ്പറ്റിയാണോ ഈ കേൾക്കുന്നത് എന്ന് രാജലക്ഷ്മിക്ക് വിശ്വാസം വന്നില്ല. കണ്ണുകൾ നിറഞ്ഞു വന്നപ്പോൾ ബാഗിൽ നിന്ന് കണ്ണടയെടുത്ത് മുഖത്തു വെച്ചു. അമ്മച്ചി മരിച്ചപ്പോൾ അവൾ തിരിച്ചുപോയി. കോഴിക്കോടാ അവളുടെ വീട്. ഒരു രാത്രി അവൻ ആരോരും അറിയാതെ അവളെ തേടിപ്പോയി. അന്ന് ചെന്നുപെട്ടത് ഒരു കാറിൻ്റെ മുന്നിലാ. രക്ഷപ്പെടില്ലെന്നാ എല്ലാവരും കരുതിയത്. ചാക്കോയുടെ ചിത്രത്തിലേക്ക് രാജലക്ഷ്മി നോക്കി. ആദരാഞ്ജലികൾ അർപ്പിച്ച് മുറ്റത്ത് വെച്ച ഫ്ലെക്സിൻ്റെ മുഖത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ച് ഒരു ഫിലിം സ്റ്റാറിനെ പോലെ ചിരിയോടെ ചാക്കോ നിൽപ്പുണ്ടായിരുന്നു. എൻ്റെ മോനെ, നിന്നെ ഒന്നുകൂടി കാണാനുള്ള ഭാഗ്യം ഈ അമ്മയ്ക്കുണ്ടായില്ലല്ലോ. ഇത്തവണ അവൻ റെയിൽവേ ട്രാക്കിൽ ചെന്ന് കയറി. കുര്യച്ചനെ എനിക്കൊന്ന് കാണണം. സേവ്യറിൻ്റെ വിവരണം കേട്ട് നിൽക്കാനുള്ള മാനസികാവസ്ഥ രാജലക്ഷ്മിക്ക് ഇല്ലായിരുന്നു. വരൂ മാഡം. സേവ്യർ മുറ്റത്തിൻ്റെ വലതുഭാഗത്തുള്ള ഔട്ട് ഹൗസ് ലക്ഷ്യമാക്കി നടന്നു. രാജലക്ഷ്മിയും പാർത്ഥസാരഥിയും കൂടെ ചെന്നു. സേവ്യർ കയറി ചെല്ലുമ്പോൾ സുമേഷ് കുര്യച്ചൻ്റെ മുഖത്ത് പൗഡർ പൂശുകയാണ്. ജോലി കഴിഞ്ഞെങ്കിൽ നീ ഒന്ന് പുറത്തേക്ക് നിൽക്ക്. ഷീറ്റ് പിടിച്ച് കുര്യച്ചൻ്റെ കഴുത്തിനൊപ്പം പുതപ്പിച്ചിട്ട് അവൻ പുറത്തേക്ക് പോയി. രാജലക്ഷ്മി അകത്തേക്ക് വന്നു. കണ്ണുകൾ തുറന്ന് നിശ്ചലം കിടക്കുന്ന കുര്യച്ചൻ്റെ മുഖത്ത് നോക്കി തെല്ലുനേരം രാജലക്ഷ്മി നിന്നു. ഇതാ അപ്പയുടെ അവസ്ഥ. മാഡം വിളിച്ചു നോക്ക്, ഞാൻ പുറത്തു നിൽക്കാം. സേവ്യർ അവിടെ നിന്ന് പോയി. രാജലക്ഷ്മി കുര്യച്ചൻ്റെ അടുത്തേക്ക് ചെന്നു. മുഖത്ത് നിന്ന് ഗ്ലാസ് എടുത്തു. രാജലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കുര്യച്ച, രാജലക്ഷ്മി വിളിച്ചു. കുര്യച്ചൻ്റെ മുഖത്ത് ഒരു പ്രതികരണവും ഉണ്ടായില്ല. കുര്യച്ച, ഞാനാ, രാജലക്ഷ്മിയാ. നീലവനയിലെ രാജി. ഏത് നിദ്രയിലും ആ പേര് കേട്ടാൽ കുര്യച്ചൻ പിടഞ്ഞ് ഉണരുമെന്നാണ് രാജലക്ഷ്മി കരുതിയത്. കണ്ണുകളെങ്കിലും നിറഞ്ഞു വരുന്നുണ്ടോ എന്ന് രാജലക്ഷ്മി നോക്കി. ഒരു പ്രതിമ കണക്കെ കുര്യച്ചൻ കിടന്നു. മിഴികൾ ഒപ്പിയിട്ട് രാജലക്ഷ്മി മുഖത്ത് ഗ്ലാസ് വെച്ചു. ഇനി എന്തിനിവിടെ നിൽക്കണം? മകനെ അച്ഛൻ്റെ കൈകളിൽ ഏൽപ്പിക്കാമെന്ന മോഹമാണ് വീണുടഞ്ഞത്. അവനെ ഒരു നോക്ക് കാണാൻ പോലും വിധി അനുവദിച്ചില്ല. മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി കൊതിപ്പിച്ചത് ഇതിനു വേണ്ടിയായിരുന്നു. അവസാനമായി കുര്യച്ചനെ ഒന്നുകൂടി നോക്കിയിട്ട് രാജലക്ഷ്മി പുറത്തേക്ക് നടന്നു. മുറ്റത്ത് പാർത്ഥസാരഥിയും സേവ്യറും സംസാരിച്ച് നിൽപ്പുണ്ടായിരുന്നു. ആരോടും ഒന്നും പറയാതെ രാജലക്ഷ്മി കാറിൽ കയറി ഡോറടച്ചു. പാർത്ഥസാരഥി ഓടി വന്ന് വണ്ടിയിൽ കയറി. ബെൻസ് മുന്നോട്ട് ചലിച്ചു. ബേബി മുറ്റത്തേക്കിറങ്ങി വന്നു. കാർ ഗേറ്റ് കടന്നു പോകുമ്പോൾ ബേബി സേവ്യറിനെ നോക്കി ചിരിച്ചു. ഇത്രയേ ഉള്ളൂ സേവിച്ച. അവർക്കൊരക്ഷരം മിണ്ടാനാവില്ല. അതിനുള്ള കാരണം എന്നതാന്ന് മനസ്സിലായില്ലേ? നിങ്ങളുടെ അപ്പയുടെ വീഴ്ച. ചാക്കോയ്ക്ക് അവകാശം പറഞ്ഞ് ഇനി ആരും വരില്ല. അതിന് ശബ്ദിക്കാൻ മേടയിൽ കുര്യച്ചൻ വേണം. ഈ ഒരു ദിവസം കൂടി കഴിഞ്ഞു കിട്ടാൻ ഞാൻ കാത്തിരുന്നതാ. കള്ളിയാവള്.
സ്വന്തം മകനാ മരിച്ചു മണ്ണടിഞ്ഞത് എന്നറിഞ്ഞിട്ടും വല്ല കുലുക്കവും ഉണ്ടോ? കണ്ണ് നനയുക പോലും ഉണ്ടായില്ല. അവരെങ്ങനെ പ്രതികരിക്കാനാ? മാന്യതയുടെ മുഖംമുടി അഴിഞ്ഞു വീഴും. ഇനി അവർ വരില്ല സേവിച്ച. സേവ്യർ മനസ്സ് തുറന്ന് ചിരിച്ചു. ചാക്കോയുടെ കല്ലറയ്ക്ക് മുന്നിൽ കയ്യിൽ ഒരു കുട പൂക്കളുമായി രാജലക്ഷ്മി കണ്ണുകളടച്ചു നിന്നു. ഇമകൾക്കിടയിലൂടെ ഊർന്നിറങ്ങിയ കണ്ണുനീർ കവിളിലൂടെ ഒഴുകുന്നുണ്ടായിരുന്നു. അമ്മയോട് ക്ഷമിക്കുമോനെ. കല്ലറയ്ക്ക് മുകളിൽ പൂക്കൾ വെച്ച് നിവർന്നപ്പോഴേക്കും രാജലക്ഷ്മിയുടെ നിയന്ത്രണം കൈവിട്ടുപോയി. എൻ്റെ മോനെ. അകലം വിട്ടുനിന്ന പാർത്ഥസാരഥി അവരുടെ അടുത്തേക്ക് വേഗം വന്നു. അയാൾക്കൊന്നും മനസ്സിലായില്ല. മാഡം. രാജലക്ഷ്മി കണ്ണുകൾ ഒപ്പി കുനിഞ്ഞ് കല്ലറയിൽ നെറ്റിവെച്ചു. മാഡം, എന്താ ഇങ്ങനെ? ഇത്ര ഇമോഷണൽ ആവാൻ മാത്രം എന്താ കാര്യം? വിവരമറിഞ്ഞ് നമ്മളിവിടം വരെ വന്നു. രാജലക്ഷ്മി നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ പാർത്ഥസാരഥിയെ നോക്കി. ഇവിടെ ഉറങ്ങുന്നത് കുര്യച്ചൻ്റെ മകനല്ല സ്വാമി, എൻ്റെ മോനാ. ഞാൻ പ്രസവിച്ച എൻ്റെ സ്വന്തം കുഞ്ഞ്. പാർത്ഥസാരഥി പകച്ചുപോയി. രാജലക്ഷ്മി കണ്ണുകൾ ഒപ്പിയെടുത്തു. കുര്യച്ചനെ തേടി ഞാൻ വെറുതെ വന്നതല്ല. 27 വർഷം മുമ്പ് ഞാനൊരു ആൺകുഞ്ഞിനെ കുര്യച്ചൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിരുന്നു. വിവാഹത്തിന് മുമ്പ് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റിൻ്റെ ഫലം. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല മാഡം. നമ്മൾ കാണുകയും പരിചയപ്പെടുകയും ചെയ്യുന്ന മനുഷ്യർക്ക് നമ്മൾ തിരിച്ചറിയാത്ത ഒരുപാട് മുഖങ്ങളുണ്ട്. എല്ലാം മനസ്സിൻ്റെ ഉള്ളറകളിൽ മൂടി ജീവിക്കുന്ന എത്രയോ പേർ. രാജലക്ഷ്മിയുടെ മുഖത്ത് ഉറ്റുനോക്കി പാർത്ഥസാരഥി നിന്നു. ആരോടെങ്കിലും ഇനി എൻ്റെ മനസ്സൊന്ന് തുറക്കണ്ടേ? ഭർത്താവ് മരിച്ചു. ഏറ്റുപറയേണ്ടത് അവിടെയായിരുന്നു. കഴിഞ്ഞില്ല. ഒരു മകനുണ്ട്. അവനോടിത് പറയാൻ എനിക്കെങ്ങനെ കഴിയും? മാഡം പറ. മനസ്സിനൊരു ആശ്വാസമാവും. ഒരു കുഞ്ഞിനെ പ്രസവിച്ച് ഉപേക്ഷിച്ച് കളയാനുള്ള മനസ്സ് മാഡത്തിനില്ലെന്ന് 14 വർഷത്തെ അനുഭവം കൊണ്ട് എനിക്കറിയാം. രാജലക്ഷ്മിയെ തഴുകി ഒരു കാറ്റ് കടന്നുപോയി. രാജലക്ഷ്മി പറയാൻ തുടങ്ങി ചാക്കോയുടെ ജനന രഹസ്യം. ബാംഗ്ലൂരിൽ പഠിക്കുന്ന കാലത്താണ് ആ മനുഷ്യനെ ഞാൻ പരിചയപ്പെടുന്നത്. ഗൗതം മേനോൻ എന്ന തൃശ്ശൂർക്കാരൻ. ഗൗതമിൻ്റെ അച്ഛനും അമ്മയും വിദേശത്തായിരുന്നു. അവർക്ക് ഒറ്റ മകനായിരുന്നു അയാൾ. പിന്നെന്താ സംഭവിച്ചത്? വിവാഹം വേണ്ടെന്ന് വെച്ചതാണോ? അയാൾക്ക് 100 പെണ്ണിൽ ഒരാൾ മാത്രമായിരുന്നു ഞാനെന്നറിയാൻ ഒരുപാട് വൈകിപ്പോയി. ഒരു കുഞ്ഞ് എൻ്റെ വയറ്റിൽ ജന്മം കൊള്ളുമ്പോഴും അതിനെ പ്രസവിക്കുമ്പോഴും അയാൾ ചതിക്കില്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അയാൾ എനിക്ക് തന്ന ഉറപ്പ് അത്രയ്ക്ക് ശക്തമായിരുന്നു. അച്ഛൻ്റെ ബൈപ്പാസ് സർജറി കഴിഞ്ഞാലുടൻ നാട്ടിലെത്തുമെന്നും നേരിട്ട് വന്ന് വിവാഹം ആലോചിക്കാമെന്നുമായിരുന്നു ആ ഉറപ്പ്. അവസാനത്തെ 5 മാസം ഞാൻ വീട്ടിൽ പോകാതെ ഓരോന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ബാംഗ്ലൂരിൽ കഴിച്ചുകൂട്ടി. പാർത്ഥസാരഥിക്ക് കാതുകളെ വിശ്വസിക്കാനായില്ല. അതിനിടയിൽ പഠിപ്പ് കഴിഞ്ഞ് വരുന്ന എനിക്ക് വേണ്ടി ഏട്ടൻ വിവാഹാലോചനയുടെ തിരക്കിലായിരുന്നു. തിരിച്ചെത്തിയാൽ വിവാഹമെന്ന് ഞാൻ ഏട്ടന് വാക്കും കൊടുത്തു. പ്രസവത്തിന് 3 മാസമുള്ളപ്പോൾ അച്ഛൻ ക്രിട്ടിക്കൽ സ്റ്റേജിലാണെന്നും പറഞ്ഞ് ഗൗതം സിംഗപ്പൂരിലേക്ക് പോയി. താമസിക്കാൻ ഒരു വീട് ഗൗതം അതിനിടയിൽ ഏർപ്പാടാക്കി തന്നിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സഹായത്തോടെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ വെച്ച് ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. വിവരം അറിയിച്ചില്ലേ? ഗൗതമിൻ്റെ മറുപടി ഇതായിരുന്നു. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ്റെ അവസാന ആഗ്രഹത്തിന് സമ്മതം മൂളേണ്ടി വന്നു. അച്ഛൻ ആവശ്യപ്പെട്ട പെണ്ണിനെ അയാൾക്ക് സ്വീകരിക്കേണ്ടി വന്നു. അതൊരു പ്ലേ മാത്രമാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. അയാൾ ഇവിടെ നിന്ന് പോയത് വിവാഹത്തിനായിരുന്നു. ഞാനൊരു കുഞ്ഞിനെ ഉദരം പേറുമ്പോൾ അയാൾ മറ്റൊരു സ്ത്രീയുടെ ഭർത്താവായി കഴിഞ്ഞിരുന്നു. പാർത്ഥസാരഥി സ്തബ്ധനായി നിന്നു. ഗൗതവുമായി അടുപ്പമുണ്ടായിരുന്ന പല സ്ത്രീകളെപ്പറ്റിയും ഞാൻ കേട്ടു. അതിനിടയിൽ ഏട്ടൻ എനിക്ക് വേണ്ടി ഒരാളെ കണ്ടെത്തി കഴിഞ്ഞിരുന്നു. ആ മനുഷ്യനുമായി ഏട്ടൻ ഒരു മുന്നറിയിപ്പും തരാതെ എന്നെ കാണാൻ ബാംഗ്ലൂരിൽ വന്നു. അവർ ആ വീട്ടിൽ വരുമ്പോൾ മുറിയിൽ എൻ്റെ കുഞ്ഞുണ്ടായിരുന്നു. ഏട്ടനോട് എല്ലാം തുറന്നു പറയാനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. രാജലക്ഷ്മി കണ്ണുകൾ അടച്ച് കണ്ണീർ പൊട്ടിച്ചു കളഞ്ഞു. പാർത്ഥസാരഥി നിശബ്ദനായി നിന്നു. വിവാഹം നിശ്ചയിച്ച വിവരമാണ് പിന്നെ എന്നെ തേടിയെത്തിയത്. കുഞ്ഞിനെ ഓർഫനേജിൽ കൈമാറാൻ കൂട്ടുകാരി എന്നെ നിർബന്ധിച്ചു. ഞാൻ എന്ത് ചെയ്യും സ്വാമി? അന്ന് എനിക്കൊരു ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിന് തയ്യാറാവില്ലായിരുന്നു. പഠിക്കാൻ അയച്ചവൾ ഒരു കുഞ്ഞുമായി എങ്ങനെ വീട്ടിലേക്ക് ചെന്ന് കയറും? അതിനുള്ള സാമർഥ്യമൊന്നും എനിക്കില്ലാതെ പോയി. കൂട്ടുകാരി ഏറെ നിർബന്ധിച്ചപ്പോൾ കുഞ്ഞിനെ താൽക്കാലികമായി ഒരു ഓർഫനേജിൽ ഏൽപ്പിച്ചു. വീട്ടിൽ പോയി വന്നു. വിവാഹത്തിൽ നിന്ന് പിന്തിരിയാൻ എനിക്ക് കഴിയാതെ വന്നു.
കല്ലറയ്ക്ക് മുകളിൽ വിതറിയ വാടിയ പൂക്കളെ പറത്തിക്കൊണ്ട് ഒരു കാറ്റ് കടന്നുപോയി. വിവാഹത്തിന് അടുത്ത നാളുകൾ ഉള്ളപ്പോഴാണ് എൻ്റെ കുഞ്ഞിന് കാഴ്ചശക്തിയില്ല എന്ന സത്യം ഞാൻ അറിയുന്നത്. എൻ്റെ കുഞ്ഞിനെ ആരും ദത്തെടുക്കില്ലെന്ന് എനിക്ക് ബോധ്യമായി. ഭൂമിയിൽ അവനൊരു അധികപ്പറ്റാവുമെന്ന വേദന എന്നെ തളർത്തി. രാജലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായ ഘട്ടം. വരനും കൂട്ടരും നാട്ടിലെത്തിക്കഴിഞ്ഞു. പക്ഷേ എൻ്റെ മോനെ ഉപേക്ഷിച്ചു പോകാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല. വിവാഹത്തിന് 2 ദിവസം മാത്രമുള്ളപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു. കൂട്ടുകാരിയും കൂടെയുണ്ടായിരുന്നു. കുര്യച്ചനായിരുന്നു എൻ്റെ ലക്ഷ്യം. കുട്ടിക്കാലത്ത് കുര്യച്ചന് എന്നോട് തോന്നിയ ഇഷ്ടം എന്തായിരുന്നു എന്ന് എനിക്കറിയാമായിരുന്നു. ശവക്കല്ലറയിലേക്ക് നോക്കി രാജലക്ഷ്മി നിന്നു. കോരിച്ചൊരിയുന്ന മഴയും ഇടിമിന്നലും കൊടുങ്കാറ്റുമുള്ള ഒരു രാത്രി എൻ്റെ കുഞ്ഞിനെ ഞാൻ കുര്യച്ചൻ്റെ കൈകളിൽ ഏൽപ്പിച്ചു. ആ മനുഷ്യൻ അവനെ സ്വന്തം മകനെപ്പോലെ വളർത്തുമെന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. ഒരിക്കലും എൻ്റെ കുഞ്ഞിനെ കുര്യച്ചൻ കൈവിടില്ല എന്ന ഉറപ്പിൽ ഞാൻ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. കുറേ നേരം രാജലക്ഷ്മി മൗനിയായി നിന്നു. കുര്യച്ചനെ സാമ്പത്തികമായി സഹായിക്കാനായിരുന്നു എൻ്റെ തീരുമാനം. എൻ്റെ മോൻ കാരണം ആ പാവപ്പെട്ട കുടുംബം അന്തസ്സായി ജീവിക്കണം. എന്നാലേ അവന് അവിടെ ഒരു സ്ഥാനമുണ്ടാവൂ. സ്റ്റേറ്റ്സിലേക്ക് ഭർത്താവിൻ്റെ കൂടെ പോയ ഞാൻ വളരെ വേഗം നാട്ടിലെത്താൻ ആഗ്രഹിച്ചു. പെട്ടെന്നൊരു വരവ് എളുപ്പമായിരുന്നില്ല. ഞാൻ ആലുവയിലെത്തി 2-ാം നാൾ നീലവനയിൽ വന്നു. എൻ്റെ മോനെ പുറത്തെവിടെയെങ്കിലും വെച്ച് കാണാനുള്ള വീർപ്പുമുട്ടലിലായിരുന്നു ഞാൻ. മണിതൂക്കാമേടിന് മുകളിൽ ഒരു ക്ഷേത്രമുണ്ട്. കുഞ്ഞുമായി കുര്യച്ചനെ അവിടെ വരുത്താനുള്ള ശ്രമം ഞാൻ തുടങ്ങി. അപ്പോഴാണ് സ്വാമി ഞാൻ ആ സത്യം അറിയുന്നത്. പാർത്ഥസാരഥി ജിജ്ഞാസയോടെ രാജലക്ഷ്മിയെ നോക്കി. കുര്യച്ചനും കുടുംബവും അതിനു മുമ്പേ മണിതൂക്കാമേട് വിട്ടുപോയിരുന്നു. അയാളും കുടുംബവും എവിടെ പോയി എന്ന് നാട്ടുകാർക്ക് അറിയില്ല. പിന്നെ ഓരോ തവണ വരുമ്പോഴും ഞാൻ കുര്യച്ചനെ അന്വേഷിച്ചുകൊണ്ടിരുന്നു. എൻ്റെ അന്വേഷണത്തിന് പരിമിതികളുണ്ടെന്ന് സ്വാമിക്കറിയാവല്ലോ. അയാൾ ശിരസ് ചലിപ്പിച്ചു. കാലം കരുതി വെച്ചതുപോലെ ഗൗതം മേനോനുമായി കഴിഞ്ഞ വരവിൽ എനിക്കൊരു കൂടിക്കാഴ്ചയുണ്ടായി. പറഞ്ഞാൽ സ്വാമി വിശ്വസിക്കില്ല. തൃശ്ശൂരിൽ കൊട്ടാരതുല്യമായ ഒരു വീട്ടിൽ ഉറ്റവരും ഉടയവരുമില്ലാതെ ജീവിക്കുന്നുണ്ട് ഒരു വീൽചെയറിൽ. പാർത്ഥസാരഥിയിൽ വീണ്ടും ഒരു ഷോക്കുണ്ടായി. സുഖിച്ച് മതിച്ച് വിദേശങ്ങളിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണത്. ഓസ്ട്രേലിയയിൽ വെച്ചുണ്ടായ ഒരു ആക്സിഡൻറ്റിൽ കോടീശ്വരിയായ ഭാര്യ കൊല്ലപ്പെട്ടു. അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി ഗൗതം വീണു. ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം അവർക്കുണ്ടായില്ല. രാജ്യത്തിനകത്തും പുറത്തുമായി എവിടെയൊക്കെയോ സമ്പാദിച്ചു കൂട്ടിയ സ്വത്തുക്കൾ. ഗൗതമിന് സ്വന്തമായി ദ്വീപും അതിൽ കൊട്ടാരവുമുണ്ട്. ഇതൊക്കെ ഒരു നേട്ടമാണോ സ്വാമി? പാർത്ഥസാരഥി മിഴിച്ചു നിന്നു. എൻ്റെ കൂട്ടുകാരി വഴി തേടിപ്പിടിച്ച് എന്നെ കാണണമെന്ന് അയാൾ അപേക്ഷിച്ചിട്ടാണ് ഞാൻ അവിടെ പോയത്. അയാൾക്ക് സ്വന്തം മകനെ വേണം. അതിന് എൻ്റെ മുന്നിൽ അയാൾ കരഞ്ഞു യാചിച്ചു. അപ്പോഴും എനിക്കറിയില്ലായിരുന്നു എൻ്റെ മോൻ എവിടെയുണ്ടെന്ന്. കുര്യച്ചൻ കോട്ടയത്തുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അയാളുടെ ഭാര്യയുടെ ചരമവാർത്ത ന്യൂസ് പത്രത്തിൽ കണ്ടിട്ടാണ്. പിന്നെ സംഭവിച്ചതൊക്കെ എന്താണെന്ന് സ്വാമിക്കറിയാം. അനിൽ കൊച്ചിടക്കാട് വഴി കുര്യച്ചനെ കാണുമ്പോൾ എൻ്റെ ലക്ഷ്യം മറ്റൊന്നായിരുന്നില്ല. എൻ്റെ മോനെ അവൻ്റെ അച്ഛന് കൈമാറണം. ഒരു യുവരാജാവിനെ പോലെ അവന് വാഴാം. അയാൾ തലയാട്ടി. ഗൗതമിനോട് ഞാൻ കരുണ കാണിക്കാൻ തയ്യാറായത് എൻ്റെ മകൻ്റെ നല്ല ഭാവിയോർത്താ. അവൻ്റെ അച്ഛൻ്റെ അനന്തരാവകാശിയാവാൻ ഞാൻ മോഹിച്ചു. മോനെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ ഞാൻ ഗൗതമിന് കൈമാറി. അവനെ നേരിൽ കാണാൻ ഓരോ നിമിഷവും കൊതിച്ചിരിക്കുകയാ അയാൾ. പാർത്ഥസാരഥി തുവാല കൊണ്ട് മിഴി രണ്ടും ഒപ്പി. ഗൗതം എന്ന ചതിയനോട് ഞാൻ കരുണ കാണിച്ചത് ദൈവത്തിന് സഹിച്ചില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ എന്തിന് എൻ്റെ കുഞ്ഞിന് ഇങ്ങനൊരു ദുരന്തം സംഭവിക്കണം? എനിക്ക് അയാളെ അവസാനമായി ഒന്നുകൂടി കാണണം. മകൻ എന്ന പ്രതീക്ഷയിൽ പാതി മരിച്ച് ജീവിക്കുന്ന അയാളെ ഒരു ചിതയിൽ എടുത്തു വെച്ച് ജീവനോടെ എരിച്ച് ഭസ്മമാക്കണം എനിക്ക്. രാജലക്ഷ്മി നടന്നു നീങ്ങി. പാർത്ഥസാരഥി കല്ലറയിലേക്ക് നോക്കി ഒരു നിമിഷം നിന്നു. നിലത്ത് വിരിച്ച പുൽപ്പായയിൽ ദുർഗന്ധം സഹിക്കാനാവാതെ ചാക്കോ ഇരുന്ന് വീർപ്പുമുട്ടി. ഓക്കാനം വരുമ്പോഴൊക്കെ അവനത് അടക്കി നിർത്തി. കഴിഞ്ഞ രാത്രി കസ്തൂരിയുടെ കാറിൽ നിന്ന് ഒരാൾ അവനെ ഇറക്കി അവിടെ കൊണ്ടുവന്നതാണ്. സേതുപതി എന്ന പേരാണ് ആ മനുഷ്യൻ പറഞ്ഞത്. കനത്ത സ്വരമായിരുന്നു അയാളുടേത്. ദേഹത്ത് പിടിച്ചപ്പോൾ തന്നെ അയാളുടെ കരുത്തും ശക്തിയും മനസ്സിലായതാണ്. ഒരു വീടിനുള്ളിലേക്കാണ് ചാക്കോയെ കൂട്ടിക്കൊണ്ടുവന്നത്.
ആ ഹാളിൽ കുറേ പേരുണ്ടെന്ന് അവന് മനസ്സിലായി. പിഞ്ഞിപ്പഴകിയ ഒരു പുൽപ്പായ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവിടെ കിടക്കാൻ സേതുപതി അവനോട് പറഞ്ഞു. കുറേ നേരം അവൻ പുൽപ്പായയിൽ ഇരുന്നു. ആരുടെയൊക്കെയോ ചീത്ത വിളികളും നിർത്താതെയുള്ള ചുമയും ഞരക്കങ്ങളും പുലർച്ചെ വരെ കേട്ടു. അതൊരു അനാഥാലയമായിട്ടാണ് ചാക്കോയ്ക്ക് തോന്നിയത്. 50ഓളം മനുഷ്യർ അവിടെ നിലത്ത് കിടപ്പുണ്ട് എന്ന് അവന് തോന്നി. കൂട്ടത്തിൽ ചെറിയ കുട്ടികളുടെ കരച്ചിലും തെറിവിളികളും കേട്ടു. നേരം പുലർന്നപ്പോൾ എല്ലാവരും അവൻ്റെ ചുറ്റും വന്ന് വളഞ്ഞു നിന്നു. അവ്യക്തമായ ഭാഷയിൽ അവർ എന്തെല്ലാമോ അവനോട് ചോദിച്ചു. ചാക്കോ ആരോടും മിണ്ടിയില്ല. കുട്ടികൾ അവൻ്റെ കവിളിൽ പിച്ചുകയും തലമുടി പിടിച്ച് വലിക്കുകയും ചെയ്തു. ചാക്കോ ആകെ അസ്വസ്ഥനായി. സേതുപതിയുടെ അലർച്ചയും ആരുടെയോ ദേഹത്ത് അടി വീഴുന്നതും നിലവിളിച്ചുകൊണ്ട് അവരെല്ലാം ഓടിപ്പോകുന്നതും അവൻ കേട്ടു. പോയിനേടാ, സാപ്പിട്ട് വണ്ടിയിൽ കയറടാ. താൻ എന്താ ചെയ്യേണ്ടത് എന്നറിയാതെ പേടിയോടെ ചാക്കോ ഇരുന്നു. അകത്തെ ഒച്ചയും ബഹളവും അടങ്ങി. മുന്നിൽ ആരോ വന്നതും ഒരു പ്ലേറ്റ് നിലത്ത് വയ്ക്കുന്ന ശബ്ദവും ചാക്കോയുടെ കാതുകൾ പിടിച്ചെടുത്തു. സാപ്പിട്. ദുർബലമായ ശബ്ദം അകന്നുപോയി. മുൻപിൽ ആരോ ഭക്ഷണം കൊണ്ടുവച്ചതാണെന്ന് അവന് മനസ്സിലായി. അതിൽ തൊടാൻ പോലും അവന് കഴിഞ്ഞില്ല. എടാ, എടുത്ത് സാപ്പിട്. സേതുപതിയുടെ ശബ്ദം വന്നു. നിലത്തൂടെ നിരങ്ങി വന്ന് പ്ലേറ്റ് ചാക്കോയുടെ കാലിൽ തട്ടി. അയാൾ കാലുകൊണ്ട് തട്ടി നീക്കിയതാണെന്ന് അവന് മനസ്സിലായി. ചാക്കോ മലർന്നു നോക്കി. എടാ, നിനക്കുള്ളതാ. ചാക്കോ ഭയന്ന് പ്ലേറ്റ് കയ്യിലെടുത്തു. വിരൽ ഓടിച്ചു നോക്കിയപ്പോൾ 3 ഇഡ്ഡലിയും എന്തോ കറിയുമാണ്. ആരോടോ എന്തോ ആക്രോശിച്ചുകൊണ്ട് സേതുപതി അവിടെ നിന്ന് പോയി. മനം പുരട്ടൽ കാരണം ചാക്കോയ്ക്ക് കഴിക്കാനായില്ല. അവൻ പ്ലേറ്റും കയ്യിൽ പിടിച്ച് ഇരുന്നപ്പോൾ പതിഞ്ഞ കാൽവെപ്പ് തിരിച്ചറിഞ്ഞു. നീ എവിടുന്നാ ചക്ക? വൃദ്ധസ്വരമാണ് കേട്ടത്. നിന്നെ കണ്ടിട്ട് ഏതോ നല്ല വീട്ടിൽ നിന്നാന്ന് തോന്നുന്നല്ലോ. നീ എന്താ കണ്ണുപൊട്ടനാ? ചാക്കോ തലയാട്ടി. അയാൾ മുന്നിൽ വന്നിരുന്നപ്പോൾ രൂക്ഷമായൊരു ഗന്ധം മുഖത്തടിച്ചു. നീ എന്താ കഴിക്കാത്തേ? വിശപ്പില്ലേ? ഇല്ല. തിന്നില്ലേല് അവൻ ചവിട്ടിക്കൂട്ടും. പിശാച അവൻ. അയാൾ അവൻ്റെ പ്ലേറ്റിൽ പിടിച്ചു. നിനക്ക് വേണ്ടേല് ഇങ്ങതാ. അവൻ പ്ലേറ്റിലെ പിടിവിട്ടു. നിമിഷ നേരം കൊണ്ട് ഇഡ്ഡലിയും കറിയും കൂട്ടിക്കുഴച്ച് തിന്നിട്ട് അയാൾ പ്ലേറ്റ് അവൻ്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു. നിന്റെ നാടെവിടെയാ? കുറച്ച് ദൂരെയാ. കസ്തൂരിയുടെ കയ്യിൽ നീ എങ്ങനെ വന്നു പെട്ടു? നിങ്ങളാരാ? അവൻ തിരിച്ചു ചോദിച്ചു. എൻ്റെ പേരാണോ നീ ചോദിച്ചത്? അവൻ തലയാട്ടി. ഇവിടെ എല്ലാവർക്കും ഒരേ ഒരു പേരേ ഉള്ളടാ, പിച്ച. അതിൽ ഒരു വയസ്സൻ പിച്ചയാ ഞാൻ. തീരെ വയ്യാണ്ടായി. അയാൾ ഇരുന്ന് ചുമച്ചു. നിൻ്റേൽ ബീഡിയോ സിഗരറ്റോ വല്ലതും ഉണ്ടോ? ഞാൻ അതൊന്നും ഉപയോഗിക്കില്ല. നിനക്ക് തന്തയും തള്ളയും ഇല്ലേ? കണ്ണ് കാണാത്ത കൊണ്ട് തള്ളിക്കളഞ്ഞതാണോ? എനിക്കാരുമില്ല. അവിടെ പൈപ്പുണ്ട്. പ്ലേറ്റ് കഴുകി വെച്ചോ. എന്നാ ഞാൻ പോട്ടെ ചക്ക, വൈകിട്ട് കാണാം. നിങ്ങൾ എവിടേക്കാ പോണത്? എന്ത് ചോദ്യമാ ചക്ക? പിച്ചയെടുക്കാൻ. വൈകിട്ട് 300 രൂപ ഉണ്ടാക്കണം. കിട്ടിയില്ലേല് അടിയും പട്ടിണിയുമാ. അയാൾ എഴുന്നേൽക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് അവൻ അറിഞ്ഞു. ഇത് അനാഥാലയമല്ലേ എന്നു കരുതിയാണോ നീ ഇങ്ങോട്ട് വന്നത്? ഇവിടെ എല്ലാവരും പിച്ചകളാ. മറുവശത്ത് പെണ്ണുങ്ങളാ, കസ്തൂരിയുടെ പിച്ചകൾ. അയാൾ അവിടെ നിന്ന് പോയി. ചാക്കോ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു. ഭിക്ഷാടനക്കാരുടെ താവളമാണിത്. കസ്തൂരി അതിൻ്റെ നടത്തിപ്പുകാരിയും. സ്വാമി തന്നെ വിറ്റത് ഭിക്ഷാടന മാഫിയയ്ക്കാണ്. തൻ്റെ പാട്ട് കേട്ടാണ് 1,00,000 രൂപയ്ക്ക് കസ്തൂരി വിലയ്ക്ക് വാങ്ങിയത്. തെരുവിൽ കൊണ്ടിരുത്തി ഭിക്ഷയെടുപ്പിക്കാനാവില്ല. തെരുവ് ഗായകനാക്കും. താൻ മനസ്സിൽ കണ്ടതുപോലെ തന്നെ മറ്റൊരു വിധത്തിൽ സംഭവിക്കാൻ പോകുന്നു. തെരുവിൽ പാട്ടുപാടി നീലാംബരിക്കൊപ്പം ജീവിക്കാമെന്ന് മോഹിച്ചു. ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു. വിധി ചാക്കോയ്ക്ക് മറ്റൊന്ന് ഒരുക്കി വെച്ചു. എന്തായാലും കൊല്ലാതിരിക്കാനുള്ള ദയ സ്വാമി കാണിച്ചു. പാട്ടുപാടി കിട്ടുന്ന കാശൊക്കെ കസ്തൂരിയമ്മ എടുക്കും. ഭക്ഷണവും താമസവും അവർ തരും. ദൈവം കാഴ്ച തന്നില്ലെങ്കിലും പാടാനുള്ള കഴിവ് തന്നു. ആ കഴിവാണ് ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത്. തനിക്ക് ഒളിച്ചു കഴിയേണ്ടി വരില്ല. കോഴിക്കോട്ടുകാർ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് ഒരിക്കൽ എൽസ ചേച്ചി പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബാലുശ്ശേരി എന്ന സ്ഥലത്ത് ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് എൽസ ചേച്ചി പോയിട്ട് വന്നിട്ടാണ് പറഞ്ഞത്. കല്യാണ വീട്ടിൽ വെളുക്കുവോളം നാട്ടുകാർ മാറി മാറി പാടിയത്രേ. എല്ലാം പഴയ പാട്ടുകളാണെന്നാ എൽസ ചേച്ചി പറഞ്ഞത്.
മനസ്സിൽ കോഴിക്കോടിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിരുന്നു. പിന്നെ അവിടെ നിന്ന് നീലാംബരി വന്നു. അവൻ ശൂന്യതയിൽ നോക്കി മന്ദഹസിച്ചു. കോഴിക്കോട് ടൗണിൻ്റെ ഏതെങ്കിലും തെരുവിൽ ഇരുന്ന് പാടുമ്പോൾ എപ്പോഴെങ്കിലും നീലാംബരി ചാക്കോയെ കാണുക തന്നെ ചെയ്യും. അവിടെ നിന്ന് അവൾ രക്ഷിക്കും. ചാക്കോയ്ക്ക് ഒരു ഉണർവ് തോന്നി. ആരോ വരുന്നത് അറിഞ്ഞ് അവൻ പ്ലേറ്റുമായി എഴുന്നേറ്റു. സാപ്പിട്ടാടാ, സേതുപതിയുടെ ഒച്ചയായിരുന്നത്. കഴിച്ചു ചേട്ടാ, വാടാ ടാപ്പ് കാണിച്ചു തരാം. അയാൾ ചാക്കോയുടെ ചുമലിൽ പിടിച്ച് നടത്തിച്ചു കൊണ്ടുപോയി. നിനക്ക് തീരെ കാഴ്ചയില്ലേടാ? ഇല്ല ചേട്ടാ, കുറച്ച് ദിവസം കൊണ്ട് സ്വന്തം കാര്യം നോക്കാൻ പഠിച്ചോണം. അയാൾ അവൻ്റെ കൈ പിടിച്ച് ടാപ്പ് കാണിച്ചു കൊടുത്തു. അവൻ പ്ലേറ്റ് കഴുകി, മുഖവും വായും കഴുകി. അവിടുത്തെ ഗന്ധം സഹിക്കാനായില്ല. തിരിച്ച് അവനെ പുൽപ്പായയിൽ കൊണ്ടിരുത്തി. കസ്തൂരി വരട്ടെ, നിനക്ക് വേറൊരു സ്ഥലം ശരിയാക്കിത്തരാം. നീ പിച്ചകളുടെ കൂടെ കഴിയണ്ട. അയാൾ കുറച്ച് അലിവ് കാണിച്ചു. സേതുപതി നടന്നു പോകുന്ന കാലൊച്ച ചാക്കോ കേട്ടു. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ പഴകി ജീർണിച്ച വീടിന് മുന്നിൽ കസ്തൂരിയുടെ ആഡംബരക്കാർ വന്ന് നിന്നു. മുന്നിലിരുന്ന കസ്തൂരി ഡോർ തുറന്ന് ഇറങ്ങി. വെറ്റിലച്ചാറ് അവൾ നീട്ടിത്തുപ്പി ചുണ്ടുകൊണ്ട് തുടച്ചു. സേതുപതി ഇറങ്ങി വന്നു. സുഖമില്ലാതെ ആരെങ്കിലും കിടപ്പുണ്ടോ? ആ കിഴവൻ ഇവിടെ കിടന്ന് തട്ടിപ്പോകുമെന്നാ തോന്നുന്നത്. പ്രയോജനമൊന്നുമില്ല എന്ന് തോന്നിയാൽ ആളൊഴിഞ്ഞ് എവിടെയെങ്കിലും ഇറക്കി വിട്ടേക്ക്. കസ്തൂരി അകത്തേക്ക് നടന്നു. പിന്നാലെ സേതുപതിയും ഒരു ചെറുപ്പക്കാരനും ചെന്നു. സ്വീകരണ മുറിയിലെ ഇരിപ്പിടത്തിൽ കസ്തൂരി ഇരുന്നു. വലത് കാലിനുമേൽ ഇടതു കാൽ കയറ്റിവെച്ചു. ആ പയ്യനെ കൂട്ടിയിട്ട് വാ. സേതുപതി അകത്തെ ഹാളിൽ ചെന്ന് ചാക്കോയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വാടാ, കസ്തൂരി വന്നിട്ടുണ്ട്. അയാൾ അവനെ പിടിച്ച് ഹാളിൽ കൊണ്ടുവന്ന് നിർത്തി. കസ്തൂരി ചാക്കോയെ അടിമുടി നോക്കി. നിന്നെ ഞാൻ 1,00,000 രൂപ സ്വാമിക്ക് കൊടുത്താ വാങ്ങിയത്. അതെന്തിനാണെന്ന് നിനക്കറിയോ? ഇല്ലെന്ന് അവൻ തലയാട്ടി. നീ ഒന്നും അറിയണ്ട. എൻ്റെ ആളുകൾ നിന്നെ ഓരോ സ്ഥലത്ത് എത്തിക്കും. നീ അവിടെ ഇരുന്ന് പാടണം. അതാ നിന്റെ ജോലി. ഞാൻ പാടാം. ചാക്കോ തലയാട്ടി. കസ്തൂരി ചിരിച്ചു. മിടുക്കൻ. പിന്നെ രക്ഷപ്പെട്ടു പോകാമെന്ന് ഒരു ചിന്ത പോലും നിന്റെ മനസ്സിൽ വന്നു പോവരുത്. നിനക്ക് എൻ്റെ കണ്ണ് വെട്ടിച്ച് പോകാൻ പറ്റില്ല. നിനക്ക് കാവലായി ആ പരിസരത്ത് എപ്പോഴും എൻ്റെ ആളുണ്ടാവും. ആരും നിന്നെ ഉപദ്രവിക്കാനും വരില്ല. ഞാൻ എവിടെ പോവാനാ? പറയുന്നത് പോലെ ചെയ്യാം. എനിക്കിഷ്ടക്കേടുണ്ടാവുന്ന എന്തെങ്കിലും നിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായാൽ നിന്റെ പാട്ട് വേണ്ടെന്ന് ഞാനങ്ങ് കരുതും. പിന്നെ 2 കാലുമില്ലാതെ നീ വെയിലത്ത് കിടന്ന് തെണ്ടേണ്ടി വരും. ഇപ്പോൾ കിട്ടുന്ന സുഖമൊന്നും പിന്നെ ഉണ്ടാവുകയില്ല. ഇവിടുന്നൊരു വണ്ടിയിൽ കയറ്റി കൊണ്ടുചെന്ന് കിടത്തും. രാത്രിയാവുമ്പോൾ തിരിച്ചെടുക്കും. അങ്ങനെ കുറേ എണ്ണം ഇവിടെയുണ്ട്. ഞാനൊരു തെറ്റും ചെയ്യൂല കസ്തൂരിയമ്മേ. നിന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണോയെന്ന് എനിക്കറിയണം. എന്തിനാ നിന്നെ തട്ടിക്കളയാൻ സ്വാമിയുടെ കയ്യിൽ കൊടുത്തത്? അപ്പ എന്നെ എടുത്തു വളർത്തിയതാ. അവിടെ ആർക്കും എന്നെ ഇഷ്ടമില്ല. അപ്പ കിടപ്പിലായപ്പോൾ അവരൊക്കെ എന്നെ ഒരുപാട് ഉപദ്രവിച്ചു. എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവാൻ ഞാൻ ആഗ്രഹിച്ചതാ. കാഴ്ചയില്ലാത്ത ഞാൻ എന്നാ ചെയ്യാനാ കസ്തൂരിയമ്മേ? അവൻ സങ്കടത്തോടെ കുനിഞ്ഞു നിന്നു. ഇവനെ മറ്റു പിച്ചകൾക്കൊപ്പം കിടത്തണ്ട. അവന് പ്രത്യേക സ്ഥലം കൊടുത്തേക്ക്. കസ്തൂരി സേതുപതിയോട് പറഞ്ഞു. പിന്നെ മുടി മുറിക്കോ താടി വടിക്കുകയോ ചെയ്യരുത്. വിഷമം തോന്നിയെങ്കിലും ചാക്കോ തലയാട്ടി. കൊണ്ടുപോകാൻ കസ്തൂരി ആംഗ്യം കാണിച്ചു. വാടാ. സേതുപതി അവൻ്റെ ചുമലിൽ പിടിച്ചു. എനിക്കൊരു വയലിൻ തരണേ കസ്തൂരിയമ്മേ. ഞാൻ നന്നായിട്ട് പാടിക്കൊള്ളാം. കസ്തൂരി ചുണ്ടുകൂട്ടി ചിരിച്ചു. സേതുപതി അവനെ അകത്തേക്ക് കൊണ്ടുപോയി. അവനേതോ ഗാനമേളയ്ക്ക് പോകുന്നെന്നാ വിചാരം. ചെറുപ്പക്കാരൻ ചിരിച്ചു. ആള് കുറച്ച് മന്ദനാ. ചാടിപ്പോകത്തൊന്നുമില്ലടാ. കസ്തൂരി എഴുന്നേറ്റു. സേതുപതി തിരിച്ചു വന്നു. കഴിഞ്ഞ ദിവസത്തെ കളക്ഷൻ അയാൾ കസ്തൂരിക്ക് കൈമാറി. അവനെ ഉടനെ ഫീൽഡിലേക്ക് വിടാനാണോ കസ്തൂരിയുടെ തീരുമാനം? സേതുപതി ചോദിച്ചു. കസ്തൂരി പൊട്ടിച്ചിരിച്ചു. ഈ സുന്ദരൻ തെരുവിൽ ചെന്നിരുന്ന് പാടിയ ആര് കാശു കൊടുക്കാനാ? മാത്രമല്ല അവൻ തട്ടിപ്പോയെന്നാ അവൻ്റെ വീട്ടുകാർ കരുതുന്നത്. അവനെ കണ്ടാൽ തന്നെ അറിയാം കാശുള്ള വീട്ടിൽ 4 നേരം സുഭിക്ഷം തിന്നു കഴിഞ്ഞതാണെന്ന്. സേതുപതി പറഞ്ഞു. കസ്തൂരി ഒന്ന് ഏറ്റെടുത്താൽ അതിൽ കസ്തൂരിയുടെ അടയാളം ഉണ്ടാവുമെന്ന് ചേട്ടന് അറിയില്ലേ? അവൻ്റെ ഷേപ്പ് ആകെയൊന്ന് മാറ്റിയെടുക്കണം. ഒരു കാല് തല്ലിയൊടിച്ച് ചട്ടുകാലനാക്കണം.
സേതുപതി തലയാട്ടി. വെളുത്തു തുടുത്ത മുഖമൊന്നും ഇനി വേണ്ട. 1,00,000 മുതലാ. എനിക്ക് ധൃതിയൊന്നുമില്ല. 1-2 മാസം അവൻ ഇവിടെ കിടക്കട്ടെ. സുഖചികിത്സയൊക്കെ കഴിഞ്ഞ് ചട്ടുകാലനായി വേണം അവനെ രംഗത്തിറക്കാൻ. താടിയും മുടിയും വളർന്ന് ആ രൂപത്തിൽ അവനെ കണ്ടാൽ മുമ്പ് കണ്ടിട്ടുള്ള ഒരാൾ പോലും തിരിച്ചറിയരുത്. കസ്തൂരിയുടെ അടിമയായി അവനെ മാറ്റിയെടുക്കണം. അത് ചെയ്യാം. ഇനി മുതൽ അവൻ ചാക്കോയല്ല. ഒരു തെരുവ് ഗായകന് ചേരുന്ന ഒരു പേര് അവന് വേണം. കസ്തൂരി ഉറക്കെ ചിരിച്ചപ്പോൾ വെറ്റിലച്ചാറ് ചിതറി. പുൽപ്പായയിൽ ഇരുന്ന് മധുരമായ പുഞ്ചിരിയോടെ ചാക്കോ പകൽ കിനാവ് കണ്ടു. ഏതെങ്കിലും ഒരു തെരുവിൽ വെച്ച് ചാക്കോയുടെ സ്വരം നീലാംബരി തിരിച്ചറിയും. ചാക്കോ മനസ്സിൽ പാടി. തൃശ്ശൂരിൽ നിന്ന് കാർ താണിക്കുടം ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരുന്നു. മുൻസീറ്റിൽ കാറിലെ മാപ്പ് നോക്കി പാർത്ഥസാരഥി ഇരുന്നു. പിന്നിലിരുന്ന രാജലക്ഷ്മി കണ്ണുകൾ തുറന്നു. ഗ്രാമവീതിയിലൂടെ നല്ല വേഗത്തിൽ ബെൻസ് ഓടുകയാണ്. പാടശേഖരങ്ങളും ക്ഷേത്രങ്ങളും പള്ളികളും പിന്നിട്ടുകൊണ്ടിരുന്നു. ഇങ്ങനൊരു സ്ഥലത്താണോ അയാൾ ജീവിക്കുന്നത്? പാർത്ഥസാരഥി ചോദിച്ചു. ഇത് അയാളുടെ തറവാടാണ്. തൃശ്ശൂരിൽ നിന്ന് 10-15 കിലോമീറ്ററല്ലേ ഉള്ളൂ. രാജലക്ഷ്മി നിർവികാരയായി പറഞ്ഞു. ഒടുവിൽ കാർ കൂറ്റൻ ഗേറ്റിന് മുന്നിൽ ചെന്ന് നിന്നു. ഒറ്റയാൾ ഉയരമുള്ള മതിൽക്കെട്ട്. അത്രയും ഉയരമുള്ള ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. പാർത്ഥസാരഥി വിൻഡോ ഗ്ലാസ് താഴ്ത്തി. ഡ്രൈവർ ഹോൺ അടിച്ചു. ഗേറ്റിലെ ചെറിയ ജാലകം തുറന്ന് സെക്യൂരിറ്റി മുഖം കാണിച്ചു. ഒരു ബ്ലാക്ക് ക്യാറ്റ് കമാൻഡോയുടെ മുഖം. ചുമരിൽ തൂക്കിയിട്ട റൈഫിൾ കുറച്ച് കാണാം. എന്താ വേണ്ടത്? മലയാളം സംസാരിക്കാൻ അയാൾക്ക് നല്ല വശമില്ലെന്ന് തോന്നി. സ്വാമി, ഇറങ്ങിച്ചെല്ല്, രാജലക്ഷ്മി പറഞ്ഞു. പാർത്ഥസാരഥി ഗേറ്റിന് നേരെ ചെന്നു. മിസ്റ്റർ ഗൗതം മേനോനെ കാണാൻ വന്നതാണ്. ഞങ്ങൾ എറണാകുളത്ത് നിന്നാ. വിസിറ്റിംഗ് കാർഡ്? അയാൾ കൈ പുറത്തേക്ക് നീട്ടി. വിസിറ്റിംഗ് കാർഡ് ഇല്ല. അപ്പോയിൻമെൻ്റ് ഉണ്ടോ? അയാളുടെ മുഖത്ത് ഈർഷ്യ തെളിഞ്ഞു. രാജലക്ഷ്മി വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ അറിയിച്ചാൽ മതി. കാണണോ വേണ്ടയോ എന്ന് മിസ്റ്റർ മേനോൻ തീരുമാനിക്കും. ജാലകം അടഞ്ഞു. പാർത്ഥസാരഥി തിരികെ വന്ന് കാറിൽ കയറിയിരുന്നു. രാജലക്ഷ്മി ഒന്നും സംസാരിച്ചില്ല. മകന് വേണ്ടി അയാൾ വന്ന് കാത്തുകിടക്കുകയാണ്. അറിയാൻ പോകുന്നത് മകൻ്റെ മരണവാർത്തയും അറിയിച്ചു കൊടുക്കുന്നത് അവൻ്റെ അമ്മയും. സീറ്റിൽ കിടന്ന ന്യൂസ് പേപ്പർ വിറകൈയോടെ രാജലക്ഷ്മി എടുത്തു. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഗേറ്റുകൾ യാന്ത്രികമായി ഇരുഭാഗത്തേക്കും തുറക്കപ്പെട്ടു. പുറം ലോകത്തിന് അന്യമായ മറ്റൊരു ലോകം മുന്നിൽ തെളിഞ്ഞു. മിലിട്ടറി ഉദ്യോഗസ്ഥൻ്റെ വേഷത്തിൽ സെക്യൂരിറ്റി ഗേറ്റിന് മുന്നിൽ നിന്ന് അകത്തേക്ക് വരാൻ കൈ കാണിച്ചു. കാർ അകത്തേക്ക് കടക്കുമ്പോൾ കുറച്ച് അകലെയായി ഇരുനില ബംഗ്ലാവ് കണ്ടു. വെള്ള നിറത്തിലുള്ള ആ വീട് കണ്ട് പാർത്ഥസാരഥിയുടെ മുഖത്ത് അത്ഭുതം തിളങ്ങി. വൃത്താകൃതിയിലായിരുന്നു ആ ബംഗ്ലാവ്. ഉദ്യാനത്തിന് നടുവിലെ ടൈൽസ് പാകിയ വഴിയിലൂടെ ഓടി കാർ ചെന്ന പോർച്ചിൽ നിന്നു. ഒരു ഓടി കാർ അവിടെ കിടപ്പുണ്ട്. ഒരേ സമയം 4 വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ മാത്രം വിശാലമായ കാർ പോർച്ച്. രാജലക്ഷ്മി ഡോർ തുറന്ന് ഇറങ്ങി. ഒരു പരിചാരകൻ പൂമുഖവാതിൽ തുറന്ന് പുറത്തു വന്നു. കിന്നരി വെച്ച തൊപ്പിയും യൂണിഫോമുമായിരുന്നു അയാളുടെ വേഷം. അകത്തേക്ക് വരാം. ആതിഥ്യമര്യാദയോടെ നെഞ്ചിൽ ഒരു കൈ ചേർത്ത് അല്പം കുനിഞ്ഞ് അയാൾ ക്ഷണിച്ചു. അയാൾ മുൻപേ നടന്നു. പിന്നാലെ രാജലക്ഷ്മി നീങ്ങി. ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടർന്ന് കേൾക്കാം. ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കണമേ എന്ന അഭ്യർത്ഥനയോടെ മുരളി നല്ലനാട് നോവൽസിന് വേണ്ടി സൽമ റോയിസ്.